വിശ്വാസികൾക്കിടയിലെ സംഘർഷങ്ങളുടെ മൂലകാരണത്തെക്കുറിച്ച് യാക്കോബ് 4 അധ്യായം പരാമർശിക്കുന്നു. കലഹങ്ങൾക്കും വഴക്കുകൾക്കും കാരണം സ്വാർത്ഥമോഹങ്ങളാണ്. ആളുകൾ തങ്ങൾക്ക് ലഭിക്കാത്തത് മോഹിക്കുകയും അവരുടെ ഉദ്ദേശ്യങ്ങൾ തെറ്റായതിനാൽ ദോഷകരമായ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് യാക്കോബ് ആരംഭിക്കുന്നത്. അവർ ദൈവത്തോട് കാര്യങ്ങൾ ചോദിക്കുന്നു, പക്ഷേ അവരുടെ ഉദ്ദേശ്യങ്ങൾ സ്വാർത്ഥതയിൽ മാത്രം ഒതുങ്ങുന്നതിനാൽ അവർക്ക് ലഭിക്കുന്നില്ല. ലോകവുമായുള്ള സൗഹൃദത്തിനെതിരെ ഈ അധ്യായം മുന്നറിയിപ്പ് നൽകുന്നു. അത് ദൈവത്തോടുള്ള ശത്രുതയാണ്. ദൈവം നമ്മുടെ വിശ്വസ്തയ്ക്കായി അസൂയയോടെ വാഞ്ചിക്കുകയും എളിമയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നുവെന്ന് യാക്കോബ് വായനക്കാരെ ഓർമ്മിപ്പിക്കുന്നു. അതിനാൽ ദൈവത്തിന് കീഴടങ്ങാനും പിശാചിനെ ചെറുക്കാനും ദൈവത്തോട് അടുക്കാനും അദ്ദേഹം വിശ്വാസികളെ ഉദ്ബോധിപ്പിക്കുന്നു. മാനസാന്തരത്തിലൂടെയും കൈകളുടെ ശുദ്ധീകരണത്തിലൂടെയും ഹൃദയങ്ങളെ ശുദ്ധീകരിക്കുന്നതിലൂടെയും വിശ്വാസികൾക്ക് പുനഃസ്ഥാപനം കണ്ടെത്താൻ കഴിയും. പാപത്തെച്ചൊല്ലിയുള്ള വിലാപം ദൈവത്താൽ ഉയർത്തപ്പെടുന്നതിനുള്ള ഒരു പടിയാണ്. മറ്റുള്ളവർക്കെതിരെ, പ്രത്യേകിച്ച് സഹവിശ്വാസികൾക്കെതിരെ തിന്മ പറയുന്ന പ്രവൃത്തിയെയും യാക്കോബ് അപലപിക്കുന്നു. ആരെങ്കിലും തങ്ങളുടെ അയൽക്കാരനെ വിധിക്കുമ്പോൾ അവർ ദൈവത്തിന്റെ നിയമത്തിനു മുകളിൽ തങ്ങളെത്തന്നെ പ്രതിഷ്ഠിക്കുന്നു. അത് അവരുടെ സ്ഥാനമല്ല. ദൈവം മാത്രമാണ് യഥാർത്ഥ ന്യായാധിപൻ. ആസൂത്രണത്തിലെ അഭിമാനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പോടെയാണ് അധ്യായം അവസാനിക്കുന്നത്. ജീവിതത്തെ ഒരു നീരാവി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്, ഹ്രസ്വവും അനിശ്ചിതവും. അഹങ്കാരപരമായ ആത്മവിശ്വാസത്തിനു പകരം വിശ്വാസികൾ പറയണം, കർത്താവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ ജീവിക്കുകയും ഇത് അല്ലെങ്കിൽ അത് ചെയ്യുകയും ചെയ്യും. സ്വയം പ്രശംസിക്കുന്നത് തിന്മയാണ്. അത് ചെയ്യാതെ ശരിയായ കാര്യം എന്താണെന്ന് അറിയുന്നത് പാപമായി കണക്കാക്കപ്പെടുന്നു. മൊത്തത്തിൽ യാക്കോബ് 4 വിശ്വാസികളെ ലോകത്തിന്റെ അഭിലാഷമല്ല, താഴ്മയുള്ള സമർപ്പണത്തിനും ആത്മാർത്ഥമായ അനുതാപത്തിനും ദൈവഹിതവുമായി പൊരുത്തപ്പെട്ടു ജീവിക്കാനും വിളിക്കുന്നു.